നമസ്കാരം. ലോകം ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതായത് ലോക മഹായുദ്ധം വീണ്ടും നടക്കാൻ പോവുകയാണ്. ആണവായുധം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് റഷ്യ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു. ഒരു തീരുമാനമെടുത്താൽ അത് മിന്നൽ വേഗത്തിൽ നടപ്പിലാക്കുന്ന റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ നീക്കങ്ങൾ നമുക്കറിയാവുന്നതാണ്. ആണവായുധം പ്രയോഗിക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ അത് പ്രയോഗിക്കുക തന്നെ ചെയ്തിരിക്കും. അതിന്റെ കെടുതിയിൽ യുക്രൈൻ മാത്രമല്ല അമേരിക്കൻ ചേരിയും അനുഭവിക്കേണ്ടി വരും. കനത്ത നാശനഷ്ടമാകും ഉണ്ടാകാൻ പോകുന്നത്. ടെക്നോളജിയുടെ പുതിയ കാലത്ത് ആരാധ്യം ആണവായുധങ്ങൾ പ്രയോഗിക്കുവോ ആ രാജ്യത്തിന് തന്നെയാണ് അത്യന്തികമായി വിജയമുണ്ടാകുക. കോടിക്കണക്കിന് മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും കൊന്നൊടുക്കുന്ന ആണവായുധ പ്രയോഗം ആര് നടത്തിയാലും അത് ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും. ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് ഇനി വരാൻ പോകുന്നത്, ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്. ഇത്തരമൊരു സാഹചര്യം ലോകത്ത് സൃഷ്ടിച്ചത് അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളുമാണ്. യുക്രൈനെ മുൻനിർത്തി റഷ്യക്കെതിരെ ഇപ്പോൾ യാഥാർത്ഥ്യത്തിൽ ആക്രമണം നടത്തുന്നത് അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോ തന്നെയാണ്. യുക്രൈൻ സൈന്യത്തിന് ആവശ്യമായ ടെക്നോളജിയും അത്യാധുനിക ഉപകരണങ്ങൾ, അതായത് ആയുധങ്ങൾ അടക്കം നൽകിയത് നാറ്റോ സഖ്യ രാജ്യങ്ങളാണ്. ഈ സഹായം കൊണ്ടാണ് ഇത്രയും നാൾ യുക്രൈൻ പിടിച്ചു നിന്നത്. എന്നാൽ ഇപ്പോൾ റഷ്യയിലേക്ക് അമേരിക്ക ഉൾപ്പെടെ നൽകിയ മിസൈലുകൾക്ക് ഉപയോഗിച്ച് അവരെ യുക്രൈൻ ആക്രമണം നടത്തുകയാണ്. ഇതാണ് ആണവായുധം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് നൽകാൻ റഷ്യയെ പ്രേരിപ്പിച്ചത്. വിദേശ രാജ്യങ്ങളുടെ ആയുധങ്ങൾ റഷ്യയിൽ പതിച്ചാൽ ആ രാജ്യത്തെ ആക്രമിക്കുമെന്നത് റഷ്യയുടെ പ്രഖ്യാപിത നയമാണ്. ഈ നയം നടപ്പിലാക്കാനാണ് പുടിൻ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ തങ്ങൾ നിർബന്ധിതരാകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് സകല പാശ്ചാത്യ രാജ്യങ്ങൾക്കും പുടിൻ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയും ബ്രിട്ടനും റഷ്യക്കെതിരെ ക്രൂയിസ് മിസൈലുകൾ പ്രയോഗിക്കാൻ യുക്രൈൻ നൽകിയ അനുമതിയെ തുടർന്ന് ആണവായുധത്തെ പ്രതിരോധിക്കാനുള്ള റഷ്യയുടെ ശേഷിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഉന്നത സുരക്ഷാ കൗൺസിൽ ആയ പുടിൻ അടിയന്തരമായി യോഗം ചേർന്നത്. ശത്രുവിന്റെ ഏത് മിസൈലുകളെയും പ്രതിരോധിക്കാനുള്ള ശേഷി ലോകത്തെ തന്നെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനമുള്ള റഷ്യയ്ക്കുണ്ടെന്ന റിപ്പോർട്ടാണ് യോഗത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഇതും പുടിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. പുടിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ പൗരന്മാരുടെയും സുരക്ഷയെ പോലെ തന്നെ ലോകത്തിലെ ആധികാരിക സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നത് പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് ആവശ്യമെങ്കിൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആണവായുധങ്ങളുടെയും അവയുടെ ഘടകങ്ങളുടെയും വ്യാപനം തടയാൻ ലോകത്ത് തന്നെ ആത്മാർത്ഥമായി ശ്രമിച്ച ഒരു രാജ്യം റഷ്യയാണ്. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആണവായുധം കൈവശമുള്ള രാജ്യമെന്ന നിലയിൽ ആ ഉത്തരവാദിത്തം റഷ്യ ഇന്നുവരെ നിറവേറ്റിയിട്ടുമുണ്ട്. എന്നാൽ സ്വന്തം രാജ്യം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഭീഷണി നേരിടുമ്പോൾ ഇനിയും ഈ സമീപനം റഷ്യ തുടരുന്നുമെന്ന് ആർക്കും തന്നെ പറയാൻ സാധിക്കില്ല. അത്യന്തം അപകടകരമായ സാഹചര്യമാണ് നടക്കുന്നത്. എന്തായാലും റഷ്യയുടെ ഈ ഒരു മിസൈൽ ആക്രമണത്തെ അല്ലെങ്കിൽ റഷ്യയെ ഉപയോഗിക്കും എന്ന് പറഞ്ഞ ഈ വജ്രായുധത്തെ തടയണമെങ്കിൽ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾക്കും ലോക വിദേശ രാജ്യങ്ങൾക്കും ഒരു നീക്കമേ ഉള്ളൂ: നരേന്ദ്രമോദിയെ. കാരണം നരേന്ദ്രമോദിയെ കണ്ട് സമീപിച്ച് നരേന്ദ്രമോദിയുടെ അടുത്ത കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ റഷ്യ ചിലപ്പോൾ ഇതിൽ നിന്നും പിൻവാങ്ങുകയുള്ളൂ. ഒരു ലോക മഹായുദ്ധം ഒഴിവാക്കാൻ നരേന്ദ്രമോദിയെ കൊണ്ട് സാധിക്കും. കാരണം പുടിനും മോദിയും തമ്മിൽ മച്ചാന്മാരാണ്. എങ്കിൽ മാത്രം ഒരു മോദി ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രമേ, അതായത് പുടിനെയോട്ടൊന്ന് സംസാരിച്ചാൽ മാത്രമേ ചിലപ്പോൾ ഒരു യുദ്ധം നമുക്ക് തടയാൻ പറ്റൂ.